സ്നേഹമുള്ള സഹോദരങ്ങളെ, നിങ്ങൾക്കേവർക്കും പുതുവത്സരാശംസകൾ. ഇന്നത്തെ സുവിശേഷം വളരെ മനോഹരമായി പറയുകയാണ്. പരിശുദ്ധ അമ്മയെയും ഔസ്യപിതാവിനെയും ഉണ്ണിയേശുവിനെയും കാണുന്ന മനോഹരമായ സുവിശേഷ ഭാഗമാണ് വായിക്കുന്നത്. പരിശുദ്ധ അമ്മ തനിക്ക് കിട്ടിയിരിക്കുന്ന സന്ദേശങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. നിന്റെ ഹൃദയത്തിൽ നിനക്ക് കിട്ടിയ സന്ദേശങ്ങൾ ഏതാണ് സംഗ്രഹിക്കപ്പെട്ടത്? ഏതെങ്കിലും ഒരു സന്ദേശം സംഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഒത്തിരിയേറെ ബോധ്യങ്ങളും വ്യാഖ്യാനങ്ങളും ആശ്വാസങ്ങളും തുടരെ നിന്റെ ഹൃദയത്തെ ഭരിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഭയപ്പെടേണ്ട എന്ന ഒരു സന്ദേശം നിന്റെ ഹൃദയത്തെ നിനക്ക് സംഗ്രഹിക്കാൻ പറ്റിയാൽ പിന്നീട് എന്ത് സംഭവിച്ചാലും നീ ഭയപ്പെടില്ല. എന്നാൽ നാം പിന്നെയും ഭയപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ വചനം സംഗ്രഹിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. ആകുലത ഉണ്ടാകരുത് എന്ന വചനം നീ സംഗ്രഹിച്ചാൽ നിനക്ക് പിന്നെ ആകുലപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് അമ്മയെപ്പോലെ വചനം സംഗ്രഹിക്കാനുള്ള കൃപ നമുക്ക് ഈ വർഷം ലഭിക്കണം, മേടിക്കണം. ഓരോ ദിവസവും വചനം വായിക്കുമ്പോൾ എങ്ങനെയാണ് അമ്മേ ഇതൊന്ന് സംഗ്രഹിക്കുന്നത്? സംഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കുക, ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരിക്കുക, ഹൃദയത്തിലുണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിരവധിയായ പ്രശ്നങ്ങൾ നിന്നെ തേടിയെത്തുമ്പോൾ നിനക്ക് ആശ്വാസം കിട്ടുവാൻ അത് മതിയായതാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ ഔസ്യപിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.